കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിക്കിടിലൻ. ഈ ഒരു IPL ഏറ്റവും കിടിലൻ 4 ഗോൾഡൻ മൊമെന്റ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വേറെ മൊമെന്റ്സുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. പക്ഷേ ഒന്നാമത്തെ മൊമെന്റിന്റെ കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എതിരാളികൾ പോലും കൈയടിക്കുന്ന ഒരു മൊമെന്റാണ്. സോ 4 കിടിലൻ മൊമെന്റിൽ ഒന്നാം നമ്പറിലേക്ക് പോവാം. അതിനു മുമ്പ് 4-ാം നമ്പറിൽ കാര്യങ്ങൾ തുടങ്ങിയാലോ. നാലാമതൊരു 14 വയസ്സുകാരനാണ് വൈഭവ് സൂര്യവംശി. 94 റൺസ് നിൽക്കെ റാഷിദ് ഖാനെതിരെ 6 നേടിയ ഒരു ഇന്ത്യക്കാരന്റെ IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയിട്ടുള്ള ഒരു മാസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നല്ലോ. അതാണ് നാലാമത്. മൂന്നാമത് മറ്റൊരു സെലിബ്രേഷൻ ആണ്. അത് KL രാഹുൽ വഴിയാണ്. സ്വന്തം ഹോം ഗ്രൗണ്ടിൽ RCBക്കെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ട് വിജയം നേടിയിട്ട് ഇത് എന്റെ ഗ്രൗണ്ട് ആടാന്ന് പറഞ്ഞിട്ട് കാന്താര മൂവി റെഫറൻസിൽ KL രാഹുൽ നടത്തിയിട്ടുള്ള സെലിബ്രേഷനും ഈ സീസണിലെ കിഡു സെലിബ്രേഷനുകളിൽ നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രേക്കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് 2 മൈൻഡാണ്. ഒന്നിൽ ഭയങ്കര നിരാശയൊക്കെ അടിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ പോകും. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ പല പല സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായിട്ട് ഒരൊറ്റ ഫോക്കസിലുള്ളൊരു പോക്കാണ്. സോ ആ ഒരു ഫോക്കസ് കണ്ടത് ചഹലിലായിരുന്നു. യുസ്വേന്ദ്ര ചഹൽ സീസണിന്റെ തുടക്കത്തിൽ ഒരു ഇത്തിരി പതറി നിന്നെങ്കിൽ ഇതാ ഇപ്പോൾ 18 കോടി രൂപയുടെ പ്രൈസ് ടാഗിനൊത്ത പ്രകടനങ്ങളുമായിട്ട് ചഹലിന്റെ ഒരു തിരിച്ചുവരവ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഗോൾഡൻ മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 19ാമത്തെ ഓവറിൽ നേടിയിട്ടുള്ള ഹാട്രിക് പ്രകടനമാണ്. ആ ഓവറിൽ 4 വിക്കറ്റുകൾ നേടി MS ധോണിയുടേത് ഉൾപ്പെടെ. പക്ഷെ ആ ഒരു ഹാട്രിക്ക് കഴിഞ്ഞിട്ട് ചഹലിന്റെ ഒരു കൂൾ സെലിബ്രേഷൻ ഉണ്ടല്ലോ, ചിൽ ബോയ് സെലിബ്രേഷൻ, അതും ഈ സീസണിലെ കിടിലൻ മൊമെന്റ് ആകുമ്പോൾ ഒന്നാമത്തതാണ് കൂട്ടത്തിലെ കൊമ്പൻ, ഒരു റിഡംഷനാണ്. ഇതിനെയൊക്കെയാണ് പോരാളികൾ എന്ന് പറയുന്നത്. വീണെടുത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ പോരാളികളെ പോലെ മുംബൈ ഇന്ത്യൻസിന്റെ ഈ ഒരു സീസണിലെ തിരിച്ചുവരവിനെ ഈ ഒരു സീസണിന്റെ ഏറ്റവും ഗോൾഡൻ മൊമെന്റ് ആയിട്ട് പറയുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? എതിർ ടീമുകൾക്ക് പോലും തെറ്റ് പറയാൻ സാധ്യതയില്ല. ആദ്യത്തെ 5 ഗെയിമുകളിൽ 4 തോറ്റു നിന്ന ടീം പിന്നീട് കളിച്ച 6 ഗെയിമുകളും തുടരെ ജയിച്ച് പോയിന്റ് ടേബിളിന്റെ മുകളിൽ വന്നിട്ട് രാജാക്കന്മാരെ പോലെ അവരിങ്ങനെ ഇരിക്കുകയാണ്. മറ്റ് ടീമുകളിലൂടെ വടാ വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഗംഭീര തിരിച്ചുവരവാണ്. സോ ഈ സീസണിലെ നമ്പർ 1 ഗോൾഡൻ മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അതാണ്. പക്ഷെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ഇതൊന്നും കേട്ടോ. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് RCB ഒരു വിജയം കഴിഞ്ഞിട്ട് പോയിന്റ് ടേബിളിൽ ടോപ്പ് പേഴ്സായിട്ട് RCB വന്നിരുന്നു. ഓറഞ്ച് ക്യാപ്പുമായിട്ട് വിരാട് കോഹ്ലിയും പർപ്പിൾ ക്യാപ്പുമായിട്ട് ഹേസൽവുഡും വന്നു. ആസ് എ RCB ഫാൻ അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുള്ള ഗോൾഡൻ മൊമെന്റ് ആയിരുന്നു. എന്നാലും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് 2025 IPL മൊമെന്റ് ഏതാണെങ്കിലും അത് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. എൻ്റെ ഈ 4 എണ്ണത്തിൽ പ്രശ്നക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ദുഃഖിക്കോ, ബാക്കി കമന്റ് ബോക്സ് പറയും.